അയ്യോ പോകത്തില്ല. എടാ നീ എന്താ ഈ പൊട്ടം കളിക്കണേ? നീ വല്ല ഭക്ഷണം എനിക്ക് ഗുളിക കഴിക്കണം, ഷുഗറുള്ളതല്ലേ? കിടന്ന് ഇങ്ങനെ അരക്കണ്ട എൻ്റെ അമ്മാവ. ഉണ്ടാക്കി തരാന്ന് പറഞ്ഞില്ലേ, ഞാനേ എനിക്ക് അറിയണൊരു സാധനം ഉണ്ടാക്കും. അതെന്താ? കുറച്ച് ഇതാ മറ്റേ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം പാരും, കുറച്ച് ഉപ്പും ഇടും. അപ്പോൾ അത് ഗോതമ്പ് മാവാവും. എന്നിട്ട് അത് ചട്ടിയിലിട്ടിട്ട് 2 ദോശ ഇങ്ങനെ ഉണ്ടാക്കും. വേണത് ചമ്മന്തി അരക്കും. ചമ്മന്തി ഒന്നും വേണ്ടടാ, കുറച്ച് മുളക് പൊടിയിലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്നും ഇങ്ങനെ കരുതിയിട്ട് ഈ ദോശ ആയിട്ട് ഇങ്ങനെ മുക്കി തിന്നാ മതി. ഇത് പാകായ ഇത് മതിയാ? ഉപ്പ് റെഡിയാണോ നോക്ക്. പാകം തന്നെ. നോക്കട്ടെ. കറക്റ്റാ. ഇപ്പോഴാണ് വീട്ടിൽ പെണ്ണുങ്ങളില്ലാത്തതിന്റെ വിഷമം മനസ്സിലാവുക. ഞാനിതൊക്കെ കാലം കുറെ ആയിട്ട് അനുഭവിച്ചോണ്ടിരിക്കണല്ലേ. എടാ നാട് ഭരിക്കാൻ എളുപ്പാ, പക്ഷെ കുടുംബത്തെ അടുക്കള ഭരിക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാ. നല്ല പാടന്നെ. അല്ല ഇപ്പൊ എങ്ങനെ അമ്മാവ് ഇത് പറയണത്? ഞാൻ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉഗാണ്ടയിൽ തന്നെ താമസിക്കുന്നത്, ഇവിടെ തന്നെ അല്ലേ. അല്ല നിങ്ങൾക്ക് പെണ്ണും പടക്കോടിയൊന്നും ഇല്ലല്ലോ. വഴക്കോടി ഇല്ലെങ്കിലും എന്റെ അച്ഛൻ മരിച്ച സമയത്ത് കുട്ടികളായിരിക്കുമ്പോ ഞാൻ തന്നെയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. നമ്മുടെ നാട് ഭരിക്കുന്ന ധനകാര്യമന്ത്രി ഇല്ലേ, ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വളരെ എളുപ്പാ. ആ മന്ത്രിയോടൊന്ന് അടുക്കളയിലത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറഞ്ഞു നോക്ക്, ബബ്ബടിക്കും ബബ്ബ. നീ എന്തായി തരയണ്? ചട്ടി കാണല്ലേ അമ്മാവ? അതാ അസലായിട്ട് ചട്ടി. അപ്പൊ എന്താ ചെയ്യാ? ദോശ ഉണ്ടാക്കണമെങ്കിൽ ചട്ടി വേണ്ടേ? അത് വേണം. ചട്ടി കാണാനില്ല. ചട്ടി കാണാൻ ഒന്നും നടക്കുന്നതിൽ ഇന്നിപ്പോ ഗുളിക കഴിക്കലൊന്നും ഉണ്ടാവില്ല എന്നാണ്. ഈ ചട്ടി ഇത് എവിടെ കൊണ്ടുപോയി വെച്ച് വേണം? നീ ഇന്ന് വേറെ എന്തെങ്കിലും ചെയ്യണ്ട. ഒരു കാര്യം ചെയ്യാം, ചട്ടി നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ ആദ്യം അവന് ചായ വെച്ച് തരാം. 2 ബിസ്ക്കറ്റും കൂട്ടി തിന്നാ റെഡിയാവും. ചായ ഇവിടെ വെച്ച് തന്നാലേ തൽക്കാലം വിറല് പിടിക്കല് മാറുമല്ലോ. ചായ ഉണ്ടാക്കുക. പിന്നി കാണാനല്ല മാവ. അപ്പൊ ചായയും ഗോവിന്ദ. ഈ ഒരു കാര്യം ചെയ്താ തങ്കത്തിന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും മേടിച്ചു കൊടുത്താ. തങ്കത്തിന്റെ അടുത്ത് പോകാനാ? അവിടെ മറ്റോ ഇല്ലേ? പിന്നെന്തേ? അവനാകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കണം അവിടെ. എന്തിന്? എന്തിനെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാളും കൂടെ കൂടിയിട്ട് ഇവിടെ എന്തോ ഭയങ്കര പരിപാടിയാണ്, കുടിക്കണൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പുള്ളി വിചാരിച്ചത്. ഞാൻ പറഞ്ഞ കിടന്നല്ല അവനെ വിളിക്കാത്ത. എന്തിനാ ഞാൻ അവനെ കൂടെ വിളിച്ചിട്ട് ഇനി ആകെ അലമ്പുണ്ടാക്കാനാ? ഇപ്പൊ നിക്കണ പോലെ ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെ എങ്ങനെ അവനത് അറിഞ്ഞ്? അവനറിഞ്ഞത് അമ്മാവനെ കുഴപ്പം തന്നെ. അമ്മാവൻ തന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുപ്പിയുടെ ഉമ്മറത്തേക്ക് ഇട്ടത്. അപ്പൊ അത് കണ്ടിട്ടൊക്കെ മണപ്പിച്ച് നടക്കണ്ടാവും. അതാ കാരണം പോയി. നല്ല ദിവസം ഈ KCB ജീവനക്കാരുടെ തലയിൽ ഇടിത്തി വീണം. വേണ്ട, ഞാൻ അങ്ങോട്ട് ചത്തു പോട്ടെ എന്ന് പറ, അതല്ല നല്ലത്. അയ്യടാ, ഞാൻ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അതെ, ഫ്രിഡ്ജിൽ ഇഡ്ഡലി ഇരിക്കുന്നുണ്ട് ഇന്നലത്തെ. അത് വേണം എടുത്ത് കഴിക്കുന്നില്ല, ആ ഗുളി കഴിക്കാതാ നല്ലത്. ചൂടാക്കാണ്ടപ്പോ ചൂടാക്കലൊന്നും നടക്കില്ലല്ലോ ഇപ്പൊ ഇന്ന്. അല്ല, ഗുളി കഴിക്കണ്ടേ? ക്ലീറ്റ, ഇതെന്താ പറ്റിയ? പീഡന കേസിലെ പ്രതി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ? അസ്ഥാനത്ത് കോമഡി പറയല്ലേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. എന്താ ഇപ്പൊ പ്രശ്നം? പറ. തങ്കം, ഒരു മനുഷ്യന് ഏറ്റവും ഹൃദയവേദന ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് നിനക്കറിയാമോ? എന്ത് ഹൃദയോ? ആ പറഞ്ഞ സാധനം ഉണ്ടോ എന്റെ കുഞ്ഞിന്? മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് കേട്ടോ. എന്താ ഇപ്പൊ പ്രശ്നം? ശരിക്കുള്ള പ്രശ്നം പറ. എടീ, ഒരു മനുഷ്യന് ഏറ്റവും വിഷമം ഉണ്ടാകുന്ന കാര്യം എന്താണെന്നറിയാവോ? പറ. അവനെ ഒറ്റപ്പെടുത്തുമ്പോഴാ. അയ്യോടാ, അതിന് ആരാ എന്റെ ക്ലീറ്റോനെ ഇപ്പൊ ഒറ്റപ്പെടുത്തിയേ? നമ്മളെപ്പോഴും ഒരുമിച്ചല്ലേ ക്ലീറ്റോ? നമ്മളൊരുമിച്ച് തന്നെ. അപ്പുറത്ത് ഒരാളുണ്ടല്ലോ, കനകനാ? കനകനല്ല, കനകന് കൂട്ടിനിപ്പോ ആരാ വന്നേക്കണ അവിടെ? അതാണ് ഇത്ര വലിയ പ്രശ്നം. എന്റെ ക്ലീറ്റോ, അമ്മ അവളും അവിടെ ഇല്ല. അവൻ ഉറക്കത്തില് ദുസ്വപ്നം കാണുന്നോണ്ട് അമ്മ അവൻ കൂട്ടുകിടക്കാൻ വന്നല്ലേ. അത് ഇത്ര വലിയ പ്രശ്നമാക്കണ എന്തിനാ? എടീ, രാവിലെ ഞാൻ എണീറ്റ് നോക്കി പോവാ, ചെടിയുടെ ഇടയിൽ ഒരു ഫുള്ളിന്റെ കുപ്പി. അത് കൂടിയ സാധനം, ലോക്കലൊന്നും അല്ല. ഒരു വാക്കിനോട് 2 എണ്ണം പറഞ്ഞ ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ഒക്കെ കഴുകി അച്ചാറിന്റെ കവറൊക്കെ വലിച്ച് എൻ്റെ മുഖത്തോട്ട് എറിഞ്ഞ്.
ആ ഇതൊന്നും ഞാൻ സഹിക്കൂല കേട്ടോ. നന്നായി പോയി. അല്ലേ ഞാൻ അതിനു വേണ്ടി എന്ത് തെറ്റാ അവരുടെ അടുത്ത് ചെയ്ത് എന്നെ ഒഴിവാക്കാനായിട്ട്? നല്ല വിഷമമുണ്ടോ ക്ലീറ്റോ? തങ്ക നീ കളിക്കരുത് കേട്ടോ. എൻ്റെ ക്ലീറ്റോ, കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെളിയാണെന്ന് ഇനി ആർക്കും അറിയാൻ പാടില്ലാത്തത്. മേളിൽ കൂടി പറഞ്ഞോണ കിളികൾക്കും കൂടി അറിയാം. അതുകൊണ്ട് എന്നെ വിളിക്കാത്തത്. ഓഹോ അങ്ങനെ കിളികൾക്ക് അറിയാമെങ്കിൽ അത് നിന്റെ ആങ്ങളായിരിക്കും അതിനൊക്കെ പറഞ്ഞു കൊടുത്തത്. ആ എനിക്കും വരും ഒരു നല്ല കാലം. ഞാൻ കാണിച്ചു കൊടുക്കാടി. ആ രണ്ട് പൊട്ടിച്ചാലാണ് ചെന്നിട്ട്. കൂടുതൽ തമാശ അടിക്കരുതേ നീ. ഒരു കൊതിക്കണക്കും പറഞ്ഞോണ്ടിരിക്കുകയാണ് നേരെ വിളിക്കുമ്പോ. പക്ഷെ അമ്മാവ ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതന്നെ അമ്മാവനിട്ട് കൊടുക്കാൻ. പിന്നെ ഇങ്ങനെയാണല്ലോ എൻ്റെ അടുത്ത്. ആ ഇതെന്താ ഇവിടെ വന്നിരുന്നത്? അകത്തിരുന്നാ മതിയായിരുന്നല്ലോ. കറണ്ട് ഇല്ലാണ്ടേ അവിടെ ചുട്ടിട്ട് ഇരിക്കാൻ പറ്റില്ല. എന്താ AC ഇല്ലാണ്ട് കഴിയാൻ പറ്റില്ല. കറണ്ട് വരട്ടെന്ന് കാത്തിരുന്നാലേ നിങ്ങളുടെ KSEB അല്ലേ ഒന്ന് പട്ടിണി കിടന്ന് ചാവും. എനിക്കാണെങ്കിൽ ഗുളിക കഴിച്ചാൽ അപ്പം ഭക്ഷണം കഴിക്കണം. ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ അവന്റെ മോന്തി മോറോ കാണ്ടി വരും അമ്മാവാ. ഞാൻ അങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് ഉന്ന നോക്കിയിരുന്നോ? അല്ല അതിനെ നല്ലത്. ഒരുമാതിരി ഇട്ടില്ല, കൊള്ളൂല. അത് ഈ ഫ്രിഡ്ജിൽ വെച്ചാൽ അങ്ങനെ തന്നെ. ഇന്നിപ്പോ എന്താ സാത്താനെ കാണാനില്ലല്ലോ. ആ ഇതാ എൻ്റെ കുഴപ്പം. കണ്ടു കഴിഞ്ഞാൽ അത്തം ചേർത്തി, കണ്ടില്ലെങ്കിൽ അപ്പം അന്വേഷിക്കും. ആ ഇതോ അമ്മാവനെ അന്വേഷിച്ച ആള് വന്നല്ലോ. ക്ലീറ്റസേ ഇന്നലെ രാത്രി നീ എവിടെ ആയിരുന്നടാ? ഞാൻ ഇവിടെ ഒക്കെ അന്വേഷിച്ചു. ഞാനും. ഓ ഞാനേ നമ്മുടെ അലമാരിക്കകത്തൊരു ചെറിയ മേശയുണ്ടല്ലോ, അതിനുള്ളിൽ കയറി കിടക്കുമായിരുന്നു ഇന്നലെ. എന്തിന്? ഭയങ്കര എലിശല്യം. ആണോ? പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ എലിവേഷം കൊണ്ടു തന്നേനെ. അയ്യോ ഇത് വിഷത്തിലൊന്നും ചാവുന്ന എലികളല്ല, ഇതിനെയൊക്കെ തല്ലി കൊല്ലണം. മദ്യപിച്ച് ഇലക്ട്രിസിറ്റി ഓഫീസിലെത്തിയ ലൈൻമാൻ സസ്പെൻഷനിൽ. നന്നായി. 10 ദിവസം മുമ്പ് കാണാതായ സ്ത്രീയുടെ ജഡം പൊട്ടക്കിണറ്റിൽ ചീഞ്ഞളിഞ്ഞ് പുഴുവരിച്ച് പുഴുത്ത നിലയിൽ. ഇവിടെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണ കണ്ടോട് നിനക്ക്. ഭക്ഷണം അകത്ത് ഡൈനിങ് ടേബിളിൽ പോയിരുന്നു കഴിക്കണം. ഇത് എന്റെ വീടാണ്, ഞങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കഴിക്കും. ഞാനിത് എൻ്റെ പത്രം എൻ്റെ കാലിൽ നിന്ന് ഞാൻ ഇങ്ങനെ സൗകര്യത്തിന് വായിക്കും. നിനക്കെന്താ കുഴപ്പം? നീ എന്തിനാ ഇല്ലാത്ത വാർത്തകൾ വായിക്കാൻ നിൽക്കണ എന്റെ ക്ലീറ്റസ്? ഇതിലെ വാർത്തയെല്ലാം നിന്നോട് ആരെങ്കിലും പറഞ്ഞാ? ആ വാർത്ത പത്രത്തിലുണ്ടാ? വാർത്ത ഉള്ളതുകൊണ്ടല്ലടാ വായിച്ചത്. നീ എന്ത് കാണിച്ചവിടെ? എന്തോ പിന്നെ പത്രം ഞാൻ നിന്റെ അടുത്ത് നീ വേലക്കാരനാടാ. ഞാൻ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ആ വാർത്ത കാണിക്കും. പിന്നെ കളിക്കണവൻ. കാശ് കൊടുത്ത് മേടിക്കണത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച പത്രമാണ്. എന്നെ അങ്ങോട്ട് വരുത്തിക്കരുത്. എന്താണ് ഇതുവരെ റെഡി ആയില്ലേ? എന്ത് റെഡി ആവണെന്ന് രാവിലെ തന്നെ മൂട് കളഞ്ഞാ പിശാച്. വേഗം ആവട്ടെ എന്നാ ചെല്ലി. കൂട്ടുകാരൻ ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഇന്നലെ? ഇന്നലെ കൂട്ടുകാരൻ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ എന്റെ കുടുംബത്തല്ലേ, ഞാനെന്തിനാ ഇവിടെ ഉണ്ടാണ്? നിന്റെ കുടുംബകാര്യമൊന്നും ഞാൻ ചോദിച്ചില്ല, നീ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നോന്നേ ചോദിച്ചോളൂ. നീ ഇന്നില്ല, ഞാൻ വരണം. എന്താ അമ്മ ഇവനെന്താ പ്രാന്താണാ? ഞാൻ എന്റെ കുടുംബത്തോടെ കിടന്ന് ഉറങ്ങണ, ഞാൻ എന്തിനാ ഇവിടെ വന്ന് കിടക്കണ? എനിക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ടല്ലോ. അറിയുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട്. എന്താണ് നീ അറിയണ? ഞാൻ അറിയിച്ചോളാം. എന്തറിയിക്കാനടാ? എന്താണ് ഞാൻ അറിയിക്കേണ്ടവരെ അറിയിച്ചോളാം. എവിടെ? മറ്റേ കേന്ദ്രത്തിലാ? എന്നാ നീ അറിയിക്ക്. അവിടുന്ന് നടപടിക്രമങ്ങളൊക്കെ ആയിട്ട് വരും, അപ്പോഴേക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ നേരിട്ടോളാം, നീ ചെല്ലാൻ നോക്ക്. ചെല്ലടാ. നീ അകത്തേക്ക് പോടെ. ഞാൻ എന്റെ വീട്ടിലാണ് നിൽക്കണേ. നീ വെറുതെ അവനോട് ചൊറിയാൻ നിൽക്കണ്ട. കാലത്തെ തുടങ്ങിയൊക്കെയാണ് ഇവനൊക്കെ. 3 നാളും കൂടെ ഉള്ള പരിപാടികളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. നീ എന്നെ പ്രാന്ത് പിടിപ്പിക്കാൻ പോവാടാണ്. അമ്മാവൻ, ഇങ്ങനെ ഒരു അമ്മാവൻ കേറി പോടാർന്ന്. ഞാൻ എന്റെ വീട്ടിലായിക്കണേ. പോയി വല്ല വേലയെടുത്ത് തിന്നടാ, മനുഷ്യന്റെ നെഞ്ചത്ത് കയറാതെ. കേറവിടാ, എല്ലാവന്റെ നെഞ്ചത്ത് കയറി ഇരുന്ന് ഞാൻ പൊങ്കാല ഇടും, കാണിച്ചു തരാം ഞാൻ. എന്തൊരു ജന്മത്. അല്ല അമ്മാവാ, അമ്മയും ജമന്തിയൊന്നും ഇല്ല ഇവിടെ? ചേച്ചിക്ക് കാലിന്റെ മുട്ടുകുഴ തെറ്റിയിട്ടേ ആ വൈദ്യരുടെ അടുത്ത് പോയിരിക്കുക. 2 ദിവസം ഒഴിച്ചില്ല. അത് ശരി. അപ്പൊ കൂട്ടിന് പോയിരിക്കുകയാണ് ജമന്തി. ആ നേരത്തെ അങ്ങനെ ഓരോ കോലാഹലങ്ങൾ. എത്ര ഇഡലി ആയത്? എത്ര ഇഡലി കഴിച്ച്? ഒന്നും പറയണ്ട, പെണ്ണുങ്ങളില്ലാത്തന്റെ വിഷമം എപ്പോഴെല്ലാം അറിയണ്. ഇത് തൊട്ടൊക്കെ ഇന്നലത്തെ ഇഡ്ഡലി അത് ഫ്രിഡ്ജിൽ വെച്ചത്. കഴിച്ചോ. ഈ ഗുളിക കഴിക്കണ്ടേ, മുടക്കാൻ പറ്റില്ല. അതാ പെണ്ണുങ്ങൾ ഇല്ലാത്തതിന് 5-6 ഇഡലി തിന്നണ്ട. അതെനിക്ക് പിന്നെ ഇതൊക്കെ ശീലല്ലടാ. കനക ഇപ്പൊ തന്നെ വൈകി ഇങ്ങോട്ട് വാന്നേ. അതെ കനക, ഞാനിനി എല്ലാ ദിവസവും രാവിലെ നിന്നെ വിളിക്കാൻ വീട്ടിലോട്ട് വരണില്ല കേട്ടാ. ആ ക്ലീറ്റസ് മേത്തേക്ക് കയറണേ. രാത്രി നീ ഇവിടെയാണ് കിടന്നത്, നിനക്ക് ഇവിടെ എന്താ പണി? എപ്പോഴും അവര് തന്നെ ബഹളമാണ്. അതെ, അങ്ങനെ നോക്കണെങ്കിൽ ഞാൻ ഈ പഞ്ചായത്ത് വിട്ടേ പോണല്ലോ. നിനക്ക് പെങ്ങളെ കെട്ടിയവനാണെന്നെങ്കിലും പറയാം. ഞാൻ എന്തിനാ ഇതൊക്കെ സഹിക്കണത് വെറുതെ? ഇന്ന് രാവിലെ ഒരു വിഷയം ഉണ്ടായി. അപ്പൊ അമ്മാവൻ മാത്രമേ വീട്ടിലുള്ളൂ.
ഞങ്ങൾ ഇന്നലത്തെ ഇഡ്ഡലിയൊക്കെ എടുത്തിട്ട് ഇതാ പുറത്ത് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് പത്രം എടുത്തുകൊണ്ട് പോകാൻ പുറത്തേക്ക് വന്നു. എന്നിട്ട് വായിക്കുകയാണ് ഉറക്കെ. കൈക്കൂലി കേസിൽ KSEB ഉദ്യോഗസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിന്നെ ചൊറിയാനാണ്. അല്ലാതെ പിന്നെന്താണ്? പിന്നെ പറയാണ് 3 മാസം പഴകിയ ജഡം, ഒരു സ്ത്രീയുടെ ജഡം അഴുകി പുഴുത്ത് നാറിയിട്ടുള്ള പരുവത്തിൽ പിന്നെ എവിടെയോ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എഴുതോ? പത്രം എഴുതോ? എഴുതോ? ഞങ്ങള് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ വെറുതെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞടാ, ഞാൻ പത്രം കാണിക്കി, ആ പത്രത്തിൽ ആ വാർത്തണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. അവ നോക്കുമ്പോ ഒന്നും തരുന്നില്ല. ഞാൻ അടുത്തേക്ക് വന്നു, പത്രം പിച്ച് ചീന്തി വലിച്ചാണ് ഇറങ്ങി. ഞാനുണ്ട്. അപ്പോഴാണ് നീ വന്നത്. ഇവന് ചെറിയ പ്രാന്തുണ്ട് തോന്നുന്നു. എന്താണ് അവന്റെ തലയിൽ നിന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോ അമ്മയും ചമന്തിയും വീട്ടിലില്ല. അപ്പൊ ഞാനും അമ്മാവനും മാത്രമേ ഇന്നലെ രാത്രി വീട്ടിലുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കള്ള് കുടിച്ച് ബഹളം ഉണ്ടാക്കി ഭയങ്കര പാട്ടും കൂത്തുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ട് ഇവന്ന് ജമന്തി അമ്മയും വരുമ്പോൾ അവിടെ വിഷയം ഉണ്ടാക്കും. ഇനി ഓഫീസ് വിട്ട് എന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നം തീർക്കലായിരിക്കും എൻ്റെ പണി. ഞാനുണ്ടായില്ല എന്ന് പറഞ്ഞേക്കണോട്ടെ ജമന്തിനോട്. അവൻ എന്നെ കൂടി കൂട്ടുമല്ലേ. ഫോൺ അടിക്കണ്ടല്ലോ. പരിചയമില്ലാത്ത നമ്പറാണ്, എടുക്കണ്ട. എടുത്തോ? അപ്പം എൻ്റെ കാശ് കൊടുക്കാനുള്ളവരായിരിക്കുന്നേ. എടുത്തിട്ട് ചോദിക്കണ ആരാന്ന്. ഹലോ, എന്നാ ജമന്തി? ജമന്തിയോ? ഇവിടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. കൊടുക്കണ വേണ്ടേ? വെറുതെ വിളിച്ചാ? ശരി. ജമന്തിയാടെ വിളിച്ചത്? അപ്പൊ എന്തിനാ അവള് നിന്നെ വിളിച്ചത്? എന്താന്നാവും നിനക്ക് തരണാന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് കട്ട് ചെയ്ത്. നമ്മൾ രണ്ടാളും കൂടി ഒരുമിച്ചിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അവളേതാ മോളെന്ന് അറിയാമോ? അതാണ്ടാ കണ്ടാ, ഇത് അവളെന്നെ. ഞാൻ ഓഫീസിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നു. എടുത്തു. നിനക്ക് എന്താടി എൻ്റെ ഫോൺ? ഹലോ, നമസ്കാരം, KSEB. അത് ലൈന് പൊട്ടി വീണതാണ്. നന്നാക്കാൻ ആൾ പോയിട്ടുണ്ട് കേട്ടോ. ശരി, ഓക്കെ. അപ്പോൾ ഈ അമ്മാവും പെണ്ണും പിടക്കൊഴിയൊന്നും ഇല്ലാത്തതല്ലേ. ഞാൻ അവിടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് ഇപ്പോൾ അമ്മാവൻ എനിക്ക് കൂട്ടിന് വന്നതാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു തുള്ളി ആൾക്ക് കഴിക്കാൻ കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ അവനെ കൂടി വിളിച്ചൊരെണ്ണം കൊടുക്കായിരുന്നു, ശല്യം ഉണ്ടാക്കൂലല്ലോ. എൻ്റെ പൊന്നെ, എടാ അവനെ വിളിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം നിനക്ക് അറിഞ്ഞൂടെ? 2 എണ്ണം ചെന്ന് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. അതും ശരിയാണ്. ഹലോ, അതെ, നന്നാക്കാൻ ആള് പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ മാഷേ? പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ അടിക്കടിക്ക് വിളിച്ചോണ്ടിരിക്കണത്? എന്താണ്? ഞാൻ അപ്പം മര്യാദകേടായിട്ടൊന്നും നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഞാൻ വല്ലതും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇത്രയൊക്കെ മര്യാദ എനിക്കുള്ളൂ. എന്തൊക്കെയാ ചൊറിഞ്ഞോണ്ടിരിക്കണ അയാള്? നിങ്ങൾ മാറി, ഞാൻ നല്ല തെറി പറയാ. ഞാൻ നല്ല തെറി അങ്ങോട്ട് പറയാ ഫോണില്. വേണ്ട. അപ്പോ അമ്മാവിന്റെ കാര്യം കേടാണ്. ഇപ്പൊ നമ്മളെന്താ പറഞ്ഞേ? ഫോൺ മാറ്റി വെച്ച കാര്യം. അതല്ല, മറ്റേ ജമന്തി ഇപ്പൊ ഫോണിൽ വിളിച്ചില്ലേ? അവളിപ്പോ വിളിക്കാൻ എന്താ കാരണം നിനക്കറിയോ? ഇത് ക്ലീറ്റസ് വിളിച്ച് ജമന്തിന്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ഒരു കഷ്ടം. ഹലോ, സാറേ. ഞാൻ ഇവിടെ ഉണ്ട്. അയ്യോ സാറേ, അത് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. അറ്റൻഡ് ചെയ്തു ഞാൻ. അയ്യോ സാർ, അപ്പം എന്ത് ചെയ്യും? ഹലോ എന്താണെന്ന് ആകെ കുഴപ്പമായി. ഏയ്യപ്പോ വിളിച്ചത്. എന്നിട്ട് എന്ത് പറഞ്ഞു? ആകെ കുഴപ്പമായി. എന്താണെന്ന്? അതെ, ഇത്ര നേരം ലാൻഡ് ലൈനിൽ വിളിച്ചത് വിജിലൻസ് കമ്മീഷണറാണെന്ന്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ആരാ ഫോൺ എടുത്തത്? ഫോൺ എടുത്ത ആൾക്കെതിരെ നടപടി എടുത്തോളാം. ശരിയാണ്, എല്ലാ ഓഫീസിലും വിജിലൻസ് എൻക്വയറി നടക്കുന്ന സമയമാണ്. ഞാൻ പത്രത്തിൽ കണ്ട്. സസ്പെൻഷൻ എങ്ങാനും ആവൂ? ഇത് പ്രശ്നമാവൂ. ഇന്നത്തെ ദിവസം ആകെ തൊലഞ്ഞു. നീ എന്തിനാ വെറുതെ ഫോൺ എടുത്ത് ആരാണെന്ന് അറിയാതെ അതും ഇതും വിളിച്ച് പറയാൻ പോണത്? ഇടിവെട്ടിന്റെ തലയിൽ പാമ്പ് പിടിച്ചു എന്ന് പറഞ്ഞ മാതിരി പോയി. ഇത് ബുദ്ധിമുട്ടാവോട്ടാ. എടാ, ഇതിപ്പോ നമ്മളെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്ത പണിയായിരിക്കുമോ? നീ തന്നെയല്ലേ ഫോൺ എടുത്ത് മാറ്റി വെച്ചാ, പിന്നെ ആരാ മനഃപൂർവ്വം ചെയ്യാൻ പറ്റുന്നത്? ഇതിന് മുമ്പ് എത്ര പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല.
ഇത് എപ്പോൾ അങ്ങോട്ട് മാറ്റി വെച്ചു? അന്നേരം അയാൾ കറക്റ്റ് സമയത്തിന് വിളിച്ചു എന്നുള്ളതാണ്. ഇതിപ്പോൾ എല്ലാ ഓഫീസിലും ഇൻസ്പെക്ഷൻ നടക്കുകയാണ്. എന്തെങ്കിലും ഉത്തരവാദിത്തക്കേട് കാണിച്ചാൽ അപ്പം പണി കിട്ടുന്നുണ്ട്. അത് പത്രത്തിലുണ്ടായി. അതെ, അവിടുന്ന് വരുമ്പോൾ എനിക്കത് തോന്നിയതാണ്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒക്കെ മറന്നുപോയി. എല്ലാത്തിനും കാരണം ആ കുരുത്തം കെട്ടവനാണ്. ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ ചൊറിയാൻ വന്നതാണ്. അത് കാരണമാണ് ആകെ പ്രശ്നമായത്. വൈകിട്ട് കഴിക്കാനൊന്നുമില്ല, ഒന്നും ഉണ്ടാക്കാണ്ട് വന്ന് കയറിയത് എങ്ങടെയും ഇറങ്ങിപ്പോവാ. ആ ഇവിടെ വന്നിരിക്കുക. ഞാൻ നിങ്ങളെ അന്വേഷിച്ച് നടക്കുക. തങ്ക പറഞ്ഞു ഇതാ ഫാസിൽ അന്യം കൂട്ടി കടവത്ത് വന്നിട്ടുണ്ട്. എന്താ പഠിക്കണേ? അതല്ല, സസ്പെൻഷൻ്റെ കാര്യം സംസാരിക്കായിരുന്നു. സസ്പെൻഷനാ? ആരുടെ? എന്തായി? ഇല്ല മാവ, അത് വേറൊരു ചെറിയൊരു പ്രശ്നമാണ്. ഈ വിജിലൻസുകാർ ഫോൺ ചെയ്തു, അപ്പോൾ നമ്മളത് അറിഞ്ഞില്ല. അതെങ്ങനെ അറിയാണ്ടിരിക്കണേ? അത് അവർ വേറൊക്കെ ശബ്ദത്തിലൊക്കെ മാറ്റി വിളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ അത് അവരായിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. ആര് ഫോൺ എടുത്ത് മാറ്റി വെച്ച്? ഞാൻ തന്നെ. എന്തിന്? എൻ്റെ അമ്മാവ ഫോൺ എടുത്ത് മാറ്റി വെച്ചത് വിജിലൻസുകാർ അറിഞ്ഞു. അപ്പോൾ അവരാണ് പ്രശ്നം ഉണ്ടാക്കിയത്. എന്നോട് തൽക്കാലം ജോലിയിൽ നിന്ന് മാറിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരണം, അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷെ എന്തൊരു കഷ്ടം നോക്കിയൊക്കെ. ഈ പറഞ്ഞിട്ട് എന്താ കാര്യം? സംഭവിച്ചു പോയില്ലേ? അല്ല, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. വല്ല രാഷ്ട്രീയക്കാരെങ്കിലൊക്കെ പിടിക്കേണ്ടി വരും. അതാണ് ആലോചിക്കണത്. നീ എന്താ ആലോചിച്ചിരിക്കണ? ആ ക്ലീറ്റസിനോട് പറയാം, എന്തേലും വഴി കാണും. അമ്മക്ക് എന്താ വേറെ പണിയില്ലേ? ക്ലീറ്റസിനോട് പറയാനാ? അവനോട് പറയണേക്കാൾ നല്ല ഞാൻ ഈ ജോലി ഞാൻ കൂട്ടുകളെ. എനിക്ക് ജോലിയോ വേണ്ട, അതാ നല്ലത്. എടാ, രാഷ്ട്രീയക്കാരെ ഇടപെട്ടാലേ നടക്കൂ. വേണ്ട, ക്ലീറ്റസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിക്കും ഞാൻ ഇല്ല, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കേസിൽ. അല്ല, അപ്പം ഇനി എന്താ ഒരു വഴി? ഒരു വഴിയുണ്ട്. എൻ്റെ കാതിരുമാമയില്ലേ, കാതിരുമാമയും നമ്മുടെ കുറുപ്പ് സാറായിട്ട് നല്ല ബന്ധമാണ്. ഏതായി കുറുപ്പ് സാറ്? നമ്മുടെ യൂണിയൻ നേതാവ് കുറുപ്പ് സാറില്ലേ, ആ കുറുപ്പ് സാറും കാതിരുമാമയും കൂടി നല്ല അടുപ്പത്തിലാണ്. ഇന്നാൾ നമ്മുടെ ദയാനന്ദന് ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായിട്ട് കാതിരുമാമ ഇടപെട്ടത് ക്ലിയർ ചെയ്തതാണ്. എന്താ പിന്നെ പുള്ളിയെടുത്തൊന്ന് പറയടാ. ഞാൻ മാമയായിട്ട് സംസാരിക്കാം, എന്നിട്ട് നമുക്കൊന്ന് പോകാം അവിടം വരെ. ഇല്ലെങ്കിൽ എന്താ അറിയോ, ഇത് ഏതെങ്കിലും രീതിയിൽ ഇത് നമ്മൾ മിണ്ടാതെ വെച്ച് കഴിഞ്ഞാലേ ചിലപ്പോൾ അങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ട് അവസാനം അത് സസ്പെൻഷനിലെത്തി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. അന്ന് നമുക്കൊന്ന് പോയാലോ? ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ അവിടെ ചെന്ന് പറയണം. അത് പറയാം. അല്ല, ഇപ്പൊ കനകനെ മാമാക്ക് അറിയാം. അതല്ലേ? കനകനെ അറിയാം. ഞാൻ എപ്പോഴും പറയാറുള്ള എൻ്റെ കൂടെ ജോലി ചെയ്യണേന്ന് അറിയാം. പുള്ളിനോട് ഞാൻ നമുക്ക് അവതരിപ്പിക്കാം, എന്നിട്ട് കുറുപ്പ് സാറിന്റെ വീട് വരെ ഒന്ന് പോകാം. എന്നാ പിന്നെ പിന്നേക്ക് വെക്കണ്ട. നാളെ തന്നെ രണ്ടാളും കൂടിയിട്ട് ഇപ്പൊ എന്റെ കാതർമാമയുടെ വീട്ടിൽ ചെല്ലി, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും കേട്ടാ. യൂണിയൻ നേതാവോ മന്ത്രി ആരായാലും പറ്റില്ല, കാര്യം നടക്കണം. ഞാൻ കാദറിന്റെ പെങ്ങളുടെ മകനാണ്. ഓ, ഫാസില്. അതെ. കാദറിന്റെ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ കാദർ പറഞ്ഞൊരു കേസാകുമ്പോ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ അത്ര ബന്ധമാ. പണ്ട് പെരുന്നാളിന് ഞാൻ കാദറിന്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ ചെറുതായിരുന്നു. ഓ, കുട്ടിയായിരുന്നു. ഇതില് ആരാ? കനകൻ. ഓ, കനകൻ. കനകന്റെ അമ്മാവൻ അഴകേശ്. ഓ. ഞങ്ങൾ സത്യത്തില് സാറേ അങ്ങനെ ഒന്നും ചെയ്യാത്ത ആളുകളാണ്. വളരെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നത് തന്നെയാണ് ഞാനും ഫാസിലും ഞങ്ങളുടെ ഓഫീസിൽ തന്നെ. അപ്പൊ അന്ന് എന്തോ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോ രണ്ടുപേരും എന്തോ ഇങ്ങനെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഫോൺ എടുത്തിട്ട് ഒന്ന് തൽക്കാലം മാറ്റി വെച്ചു. ഇത് കറക്റ്റ് സമയത്ത് ഇങ്ങനെ പിടിക്കുകയും ചെയ്തു. അതാ ഉണ്ടായത്. അല്ലാതെ ഞങ്ങളങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്ന ആളുകളല്ല, ഒന്നുമല്ല. വളരെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. ഖാദർ എന്നോടെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടേ. ഖാദർ ഞാനുമായിട്ട് ഭയങ്കര ബന്ധമാ. പേരെങ്ങനെയാന്ന്? പേര് കനകൻ. കനകൻ. ഇന്ന് വന്ന് കാണാൻ പറഞ്ഞു സാർ. കാണാൻ പറഞ്ഞത്. പിന്നെ ഭരണം നമ്മുടെ ആണെങ്കിലും വകുപ്പ് മന്ത്രി നമ്മുടെ ആളല്ല. അപ്പം ഞാൻ വേറൊരു നേതാവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, വകുപ്പ് മന്ത്രിയുടെ ഒരാളിന്. പുള്ളി എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. ഓ, അതെ. യാതൊരു കാരണവശാലും വിഷമിക്കണ്ട. ഫോൺ എടുത്തത് കനകനല്ല. അല്ല, ഫോൺ എടുത്തത് ഞാനാണ്. കനകനാണ് ഫോൺ എടുത്തത്. പക്ഷേ ഈ റിപ്പോർട്ട് കൊടുത്തേക്കുന്നത് കനകനല്ല ഫോൺ എടുത്തേക്കുന്നത്. ഡെയിലി വേഴ്സുകാരനായ ആരോ ആണ് ഫോൺ എടുത്തിരിക്കുന്നത്. അപ്പം കനകന് നാളെ തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ വരാൻ പറഞ്ഞത് നമ്മുടെ ഈ നേതാവ് ഇങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഓ, ആയിക്കോട്ടെ, സന്തോഷം. സന്തോഷം മാത്രം പോരാ, പുള്ളിക്ക് ശരിയൊക്കെ അടിക്കുന്ന ആളാന്നേ. അപ്പൊ എന്തെങ്കിലും പിന്നെ അത് സാധാ പോരാ, കോച്ച് അടിക്കും. എന്ത് വേണമെങ്കിൽ വാങ്ങിക്കാൻ സാറേ, ഇതൊന്നും രക്ഷപ്പെട്ട് ഒരു 10,000-10,000 കൊടുത്ത് ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാല് പിന്നെ നിങ്ങൾക്ക് ഇതേണൊക്കെ ആവശ്യം വരുമ്പോ നമുക്ക് ഉപകരിക്കും. 10,000 കൊടുക്കാം. അതെ, പുള്ളി ഇപ്പൊ വരാമെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പം
വന്നെന്ന് തോന്നുന്നു. അതെ. ആ അവിടെ നേതാവ് എവിടെ? നിൽക്കുന്നു. ആ പറഞ്ഞു നേതാവേ. അമ്മ ഇതിന് നല്ലതാ ജോലി അങ്ങ് പോകുന്നതായിരുന്നില്ലേ? ഈശ്വര, ഇത് എന്തൊരു പരീക്ഷണം. Alien versus Alien.